നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മുടെ ആക്സെൻറ്റിൽ നമ്മുടെ ഹാലജൻ ലൈറ്റ് മാറി LED ലൈറ്റ് ആക്കാൻ പോവാണ്. സാധാ LED അല്ല, നമ്മുടെ നാവോ ഇവിടെ LED ലൈറ്റാണ് ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ സെലീറിയിൽ ഉണ്ടായിരുന്ന സെയിം ലൈറ്റ് ഞാൻ ഇതിലോട്ട് മാറ്റുകയാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട പോലെ പ്രൊജക്ടർ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ എങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാനിങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഇതിൻ്റെ ഹുഡ് ഞാനൊന്ന് തുറക്കട്ടെ. യെസ്. അപ്പം നമുക്കിനി നമ്മുടെ ഹാലജൻ മാറ്റി LED ആക്കാം. അതും വെറും LED അല്ല, നമ്മുടെ നാവോ ഈവോയുടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ നേരത്തെ ഇരുന്ന് തന്നെയാണ്. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തന്നേക്കാം. നമ്മുടെ സെയിം സാധനം തന്നെയാണ്. 90 വാട്ട്സിൻ്റെ ആണ് വരുന്നത്. 6500 കെൽവിനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാം. വളരെ സിമ്പിളാണ്. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ വരുന്ന H4 തന്നെയാണ്. ഇതിൻ്റെ റബ്ബർ ക്യാപ്പ് ഞാൻ പല വീഡിയോസിലും കാണിക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് പറഞ്ഞു പോയേക്കാണ്. റബ്ബർ ക്യാപ്പ് കപ്ലർ ഊരി റബ്ബർ ക്യാപ്പ് ഊരുന്നു. ഹെഡ്ലൈറ്റ് ഇതിൻ്റെ ആർക്കെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ എൻ്റെ വീഡിയോ നോക്കിയാൽ അത് വളരെ വ്യക്തമായിട്ട് അത് ഞാൻ കാണിക്കുന്നുണ്ട്. യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനത്തിലുണ്ടായിരുന്ന ഒസ്റാമിൻ്റെ 60-55 വാട്ട്സിൻ്റെ ഈ ഒരു ബൾബ് മാറ്റി നമ്മളിത് ഈ ഒരു ബൾബാണ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പിന്നെ ഒന്ന് ഫിറ്റ് ചെയ്യാം. ഇത് ഞാൻ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ഓടിച്ചു വിടുന്നത്, വേറെ ഒന്നും തോന്നരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്കും കൂടെ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇട്ടേക്കാം. നമ്മുടെ ഫിറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സൈഡ് മാത്രം ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പുറത്ത് നമ്മുടെ നോർമലാണ് ഉള്ളത്. ഞാൻ ഏതായാലും ഈ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നോക്കിക്കോണം. യെസ്. ഇപ്പം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നാവോ ഇവിടെ LED ലൈറ്റും റൈറ്റ് സൈഡിൽ വരുന്ന സാധാരണ ഹാലജൻ ലൈറ്റുമാണ്. ഇത് ഹൈ ആൻഡ് ലോ നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇനി ഞാൻ ലെഫ്റ്റ് സൈഡും കൂടെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ മാറാൻ വേണ്ടി പോവാണ്. ഏതായാലും ലൈറ്റിൻ്റെ വൈസ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്ക് പോലും വേണ്ട. കാരണം വളരെ കൃത്യമായിട്ട് നമുക്കറിയാം ഈ ഒരു ലൈറ്റ് തന്നെയാണ് ഏറ്റവും ബ്രൈറ്റസ്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. ഇത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നല്ല രീതിക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ സെൻറ്ററിൽ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ളൊരു സാധനം കൂടെ കാണാൻ സാധിക്കും. ഇത് ശരിക്കും നമ്മുടെ ബൾബിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ബൾബ് ഇങ്ങനെ കാണാത്ത രീതിയിൽ ഒരു പ്രീമിയം ടച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പോർഷൻ കൂടെ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഊരി മാറ്റാൻ പറ്റും. അപ്പോൾ കുറച്ച് പേരെങ്കിലും ചോദിക്കായിരിക്കും എന്തിനാണ് ഊരി മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു പ്രൊജക്ടർ ലൈറ്റൊക്കെയാണ് ഇടുന്നതെങ്കിൽ ഒരു കാരണവശാലും പ്രൊജക്ടറിൻ്റെ ഔട്ട് കിട്ടത്തില്ല. അങ്ങനെ കിട്ടാൻ വേണ്ടി ഇത് നമുക്ക് ഊരി മാറ്റിയാലേ പറ്റത്തുള്ളൂ. അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഉറപ്പായിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മളിപ്പം 2 ലൈറ്റും റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു അപാകതയുണ്ട്. എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയുക. ഞാനിപ്പോൾ ഏതായാലും ലൈറ്റ് ഒന്ന് ഓൺ ചെയ്യാം. പാർക്ക് ഇട്ടു, ഹെഡ്ലൈറ്റ് ഇട്ടു. യെസ്. ഇപ്പം രണ്ടും നമുക്ക് കാണാൻ സാധിക്കും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു അപാകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ അപാകത. അതായത് പാർക്ക് ലൈറ്റ് വരുന്നത് ഓറഞ്ച് കളറാണ്. അത് ശരിക്കും ഒരു വൃത്തിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം നല്ല പ്യുവർ വൈറ്റ് ലൈറ്റ് LED വരുന്ന സമയത്ത് പാർക്ക് ലൈറ്റ് മാത്രം ഒരു വാം വൈറ്റ് അല്ലെങ്കിൽ ഒരു ഹാലജൻ്റെ ഒരു ബൾബ് വൃത്തിയായിട്ട് തന്നെയാണ്. അതും കൂടെ നമുക്കൊന്ന് LED ആക്കാം. ഇത് നല്ല കിടുക്കാച്ചി വെട്ടമുള്ള ലൈറ്റ്, ഒരു സെറാമിക് കോട്ടിങ് വരുന്ന ടൈപ്പാണ്. നല്ല വെട്ടമുള്ള ഒരു പാർക്ക് ലൈറ്റാണ് ഞാൻ ഈ കൊടുക്കുന്നത്. ഏതായാലും ഈ ലൈറ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തേക്ക്. അതിലോട്ട് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സാധനം വേണമെങ്കിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഏതായാലും നമുക്ക് ഇതിനെ ഒന്ന് മാറ്റാം. അപ്പോൾ ഇത് 2 ഡയറക്ഷൻ ഉണ്ട്. ഒരു ഡയറക്ഷൻ കത്തിയില്ലെങ്കിൽ തിരിച്ചിട്ടോണം. യെസ്. അപ്പോൾ അത് കത്തി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. അങ്ങനെ നമ്മൾ ആ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു വൈറ്റും അപ്പുറത്തൊരു ഓറഞ്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാലജൻ കാണുന്നതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. അങ്ങനെ ഒരു വൈറ്റ് ഇട്ടേതായാലും നല്ല കിടു ലുക്കാണ്. ഇനി രാത്രിയിലത്തെ ഒരു ഫീലും കൂടെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കി ഈ വാഹനം ഓടിച്ചും കൂടെ നോക്കിയിട്ട്. യെസ്. അങ്ങനെ രാത്രി നമ്മളിപ്പോൾ ഈ വാഹനത്തിൻ്റെ ലൈറ്റ് ഒന്ന് നോക്കാൻ വേണ്ടി ഇറങ്ങിയൊക്കെയാണ്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഇവൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് നോക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ലൈറ്റ് സ്കാറ്റർ ആയി പോകുന്നുണ്ട്. റൈറ്റ് സൈഡിലെ ഫോക്കസിങ് കറക്റ്റ് അല്ല. ഗ്രൗണ്ടിലോട്ട് തന്നെയാണ് വരുന്നത്. ആരുടെയും കണ്ണിലോട്ട് അടിക്കുന്നില്ല, ആ കാര്യം കൺഫേം ആണ്. പക്ഷേ എന്നാലും റൈറ്റ് സൈഡ് നമുക്ക് ഒന്നുകൂടെ സെറ്റ് ചെയ്യാനുണ്ട്. ലെഫ്റ്റ് സൈഡ് ഓക്കെ ആണ്. നമുക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് തന്നെ വിഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാനുണ്ട്. റൈറ്റ് സൈഡ് ഒന്ന് സെറ്റ് ചെയ്യാം. ഏതായാലും ഓവറോൾ അടിപൊളിയാണ്. എക്സ്പ്ലോർ നല്ല കടച്ചിലായിരുന്നു. ഓക്കെ, എന്നാൽ അപ്പം നമുക്ക് ഏതായാലും അടുത്ത വീഡിയോ കാണാം.